ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PSC പാഠശാല. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മുതൽ നമ്മളൊരു പുതിയ വീഡിയോ സീരീസ് ആരംഭിക്കുകയാണ്. ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ്, അവയുടെ സൊല്യൂഷൻസ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനുബന്ധ പോയിന്റ്സ്, ഇവയായിരിക്കും നമ്മൾ ഈ ഒരു ലെക്ചറിലുടനീളം അല്ലെങ്കിൽ ഈ ലെക്ചർ സീരീസിലുടനീളം ചർച്ച ചെയ്യുക. ബേസിക്കലി 10th ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ മറ്റുള്ള PSC പരീക്ഷകൾക്കെല്ലാം തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ലെക്ചർ സീരീസ് ആയിരിക്കും ഇത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത് വളരെ റീസെൻ്റ് ആയിട്ടുള്ള ചില ഭരണഘടനാ ഭേദഗതികൾ, നിയമങ്ങൾ, ചില സുപ്രധാന വിധികൾ, ഇവയുമൊക്കെയായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും അവയുടെ സൊല്യൂഷൻസും അനുബന്ധ വിവരങ്ങളുമാണ്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് എപ്പോൾ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി 2020 ജനുവരി 10 എന്നുള്ളതാണ്. കഴിഞ്ഞ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിങ്ങനെയുള്ള ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ നിന്നുമുള്ള അവിടുത്തെ മതന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദുക്കൾ, സിഖുകാർ, ബുദ്ധമതക്കാർ, ജൈനമതക്കാർ, പാഴ്സികൾ, ക്രിസ്ത്യാനികൾ ഇവരടങ്ങുന്ന അനധികൃത കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വം നേടുന്നത് എളുപ്പമാക്കുന്ന ഒരു നിയമമാണ്. അത്തരത്തിലാണ് 1955 ഇന്ത്യൻ പൗരത്വ നിയമത്തെ ഭേദഗതി ചെയ്തത്. അങ്ങനെ വന്ന ഒരു ഭേദഗതിയാണിത്. ഇത് നിലവിൽ വരുന്നത് 2020 ജനുവരി 10 മുതലാണ്. 2019 ഡിസംബർ 12 രാഷ്ട്രപതിയുടെ അംഗീകാരം ഇതിന് ലഭിക്കുന്നത്. ശേഷം 2020 ജനുവരി 10 മുതൽ ഇത് പ്രാബല്യത്തിൽ വരുന്നു. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. എനിവേ വളരെ വ്യക്തമായി ഓർക്കുക, പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് 2020 ജനുവരി 10. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മനുഷ്യാവകാശ നിയമ ഭേദഗതി 2019 പ്രകാരം ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസിൽ 5 വർഷം, 6 വർഷം, 3 വർഷം, 2 വർഷം എന്നിങ്ങനെ നൽകിയിരിക്കുന്നു. ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി 3 വർഷം എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, മനുഷ്യാവകാശ നിയമം എന്നത് 1993 നിലവിൽ വന്ന ഒന്നാണ്. അതിന്റെ ഭേദഗതിയാണ് 2019 വന്നത്. ഇവിടെ വന്നിട്ടുള്ള ചില പ്രധാനമായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് പറയാം. ഒന്ന്, നമ്മളിപ്പോൾ പറഞ്ഞ ഈ കാലാവധിയുടെ ചേഞ്ച് തന്നെയാണ്. അതായത് ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 5 വർഷം എന്നുള്ളതിൽ നിന്നും 3 വർഷമായിട്ട് കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷണർ ആകുന്നതിന് വേണ്ടിയുള്ള യോഗ്യത, അതിലും ചില ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതായത് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷണർ ആകുന്ന വ്യക്തി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി സേവനം അനുഷ്ഠിച്ച ആളായിരിക്കണം എന്നതായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന പ്രൊവിഷൻ. എന്നാൽ ഈ ഒരു ഭേദഗതിയിലൂടെ അത് മാറ്റിക്കൊണ്ട് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷണർ ആകാനുള്ള യോഗ്യത മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി എന്നാക്കി മാറ്റിയിട്ടുണ്ട്. സമാന രീതിയിൽ തന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് വരുമ്പോൾ മുൻപത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി സേവനം അനുഷ്ഠിച്ച ആളായിരിക്കണം എന്നായിരുന്നു. അത് മാറ്റിക്കൊണ്ട് ഇത്തരത്തിൽ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ആ ഒരു വസ്തുതയും വളരെ വ്യക്തമായി തന്നെ ഓർത്തു വെക്കുക. അതുപോലെ മുൻപ് ഈ കമ്മീഷനിൽ ഉൾക്കൊള്ളിച്ചിരുന്നത് മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പ്രായോഗിക അറിവുള്ള 2 വ്യക്തികളെയായിരുന്നു. ഓക്കെ, എന്നാൽ ഈ ഒരു ഭേദഗതി പ്രകാരം ഇങ്ങനെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പ്രായോഗിക അറിവ് നേടിയ 3 പേർ ഉണ്ടാകണമെന്നുണ്ട്. അതിൽ തന്നെ ഒരാൾ വനിതയായിരിക്കണം. മിനിമം ഒരു വ്യക്തിയെങ്കിലും വനിതയായിരിക്കണം എന്ന പ്രൊവിഷനും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഓക്കെ, എനിവേ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി 3 വർഷം എന്നുള്ളതാണ്. ഓർത്തു വെക്കുക, മനുഷ്യാവകാശ നിയമം എന്നുള്ളത് 1993 വന്ന ഒന്നാണ്. അതിനെ ഭേദഗതി ചെയ്യുന്നത് 2019 ടു ബി എക്സാക്ട് 2019 ഓഗസ്റ്റ് 2 മനുഷ്യാവകാശ നിയമ ഭേദഗതി നിലവിൽ വരുന്നത്. ഓക്കെ, വളരെ വ്യക്തമായി തന്നെ ഓർത്തു വെക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായക്കാർക്ക് സംവരണം അനുവദിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി 103 103ാമത് ഭേദഗതി നിയമപ്രകാരമാണ് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായക്കാർക്ക് 10% സംവരണം ഏർപ്പെടുത്തിയത്. ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് എന്ന ഒരു വിഭാഗം, EWS എന്ന വിഭാഗത്തിന് സംവരണം നൽകുന്ന ഒരു നിയമമാണിത്. ഇവിടെ വളരെ വ്യക്തമായി ഓർത്തു വെക്കണം, ഇത് 103ാമത് ഭരണഘടനാ ഭേദഗതി നിയമമാണ്. ഈ 103ാമത് ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്നത് 14 ജനുവരി 2019 ആ ഒരു ഡേറ്റും ഓർത്തു വെക്കുക, 14 ജനുവരി 2019. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പോക്സോ നിയമ ഭേദഗതി 2019 പ്രകാരം ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള പരമാവധി ശിക്ഷ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസിൽ 10 വർഷം തടവ്, വധശിക്ഷ, 20 വർഷം തടവ്, 12 വർഷം തടവ് എന്നിങ്ങനെയൊക്കെ നൽകിയിരിക്കുന്നു. ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി വധശിക്ഷയാണ്. ഓർക്കുക, 2012 പോക്സോ നിയമമാണ് 2019 അമെൻഡ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഭേദഗതി ചെയ്യപ്പെടുന്നത്. അതായത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്, ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിയമമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒഫൻസസ് തടയുന്നതിനുള്ള ഒരു നിയമമാണത്. ഇവിടെ വന്നിട്ടുള്ള പ്രധാന ചേഞ്ചസ് എന്ന് പറയുന്നത് ഇങ്ങനെ പരമാവധി ശിക്ഷ എന്നുള്ളത് വധശിക്ഷയാക്കി മാറ്റുകയും അതുപോലെ തന്നെ ഇത്തരത്തിൽ പീഡനത്തിനിരയാക്കുന്ന പ്രതികളുടെ കുറഞ്ഞ ശിക്ഷ ആദ്യം 10 വർഷം എന്നായിരുന്നു, അത് മാറ്റി 20 വർഷമായിട്ട് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഈ നിയമം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു.
സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ കേരളമാണ്. ഓക്കെ, നിങ്ങൾക്കറിയാം പൗരത്വ ഭേദഗതി നിയമം എന്നത് വളരെയധികം ചർച്ചയ്ക്ക് വിധേയമായ അല്ലെങ്കിൽ വളരെ വിമർശനങ്ങൾ ഉയർന്ന അത്തരത്തിലുള്ള ഒരു നിയമം കൂടിയാണ്. സോ ഈ നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ്. അതും വളരെ വ്യക്തമായി തന്നെ ഓർത്തു വെക്കുക. പല സംസ്ഥാനങ്ങൾക്കും പല നിലപാടുകളാണ് ഈ ഒരു നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. ഈ നിയമത്തെ അനുകൂലിച്ചും സംസ്ഥാനങ്ങൾ പ്രമേയങ്ങൾ പാസാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് അത്തരത്തിൽ ഈ നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് ഒരു അഭിനന്ദന പ്രമേയം ആദ്യമായിട്ട് പാസ്സാക്കിയത് ഗോവയാണ്. ആ ഒരു വസ്തുതയും ഓർത്തു വെക്കാവുന്നതാണ്. എനിവേ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസ്സാക്കിയ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഉപഭോക്തൃ അവകാശ നിയമം നിലവിൽ വന്നത് എപ്പോൾ എന്നുള്ളതാണ് ചോദ്യം. അതായത് ആ ഒരു ഭേദഗതി നിയമം നിലവിൽ വന്നത് എപ്പോൾ എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി 2020 ജൂലൈ 20 എന്നുള്ളതാണ്. അതായത് 1986 ഉപഭോക്തൃ അവകാശ നിയമത്തിന് പകരമായിട്ട് അല്ലെങ്കിൽ അത് ഭേദഗതി ചെയ്തുകൊണ്ടാണ് ഉപഭോക്തൃ അവകാശ നിയമം നിലവിൽ വരുന്നത്. സോ ഇത് പ്രാബല്യത്തിൽ വരുന്നത് 2020 ജൂലൈ 20 മുതലാണ്. ഇനി അടുത്ത ചോദ്യം, നാഷണൽ കൗൺസിൽ ഫോർ ട്രാൻസ്ജെൻഡർ പേഴ്സന്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ കേന്ദ്ര സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി എന്നുള്ളതാണ്. ഭിന്നലിംഗക്കാരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഈ ഒരു നിയമം നിലവിൽ വരുന്നത് 2019 സോ ഈ നിയമത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നാഷണൽ കൗൺസിൽ ഫോർ ട്രാൻസ്ജെൻഡർ പേഴ്സൺ എന്ന ഒരു കൗൺസിൽ നിലവിൽ വരുന്നത്. ഇതിന്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് കേന്ദ്ര സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയാണ്. ഇനി അടുത്ത ചോദ്യം, ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമത്തിന്റെ ഭാഗമായി റദ്ദാക്കപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി 370 അതുപോലെ തന്നെ 35A എന്നീ ആർട്ടിക്കിൾസ് ആണ്. ഓക്കെ, വളരെ വ്യക്തമായി തന്നെ ഓർത്തു വെക്കുക. അതായത് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഒന്നായിരുന്നു ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നത്. അതോടൊപ്പം ആർട്ടിക്കിൾ 35A എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിലെ സ്ഥിരതാമസക്കാർക്ക് പ്രത്യേക ആനുകൂല്യം അനുവദിച്ചിരുന്ന ഒന്നാണ്. സോ ഈ രണ്ട് ആർട്ടിക്കിൾസ് ആണ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമത്തിന്റെ ഭാഗമായിട്ട് റദ്ദാക്കപ്പെട്ടത്. ഈ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ജമ്മു കാശ്മീരിനെ ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് റീഓർഗനൈസ് ചെയ്തത്. ഇവിടെ മറ്റൊരു വസ്തുത കൂടി ഓർത്തു വെക്കുക. ഇത്തരത്തിൽ ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് അല്ലെങ്കിൽ ഈ ഒരു നിയമം നിലവിൽ വരുന്നത് 2019 ഒക്ടോബർ 31 മുതലാണ്. വളരെ വ്യക്തമായി തന്നെ ഓർത്തു വെക്കുക. എനിവേ, ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്റർനെറ്റ് ഉപയോഗം വ്യക്തികളുടെ മൗലികാവകാശത്തിന്റെ ഭാഗമാണ് എന്ന് വിധിക്കാൻ കാരണമായിട്ടുള്ള കേസ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസിൽ BK പവിത്ര വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ഫഹീമ ഷെറിൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നിങ്ങനെയൊക്കെ നൽകിയിരിക്കുന്നു. ഇതിന്റെ റൈറ്റ് ആൻസർ ഫഹീമ ഷെറിൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. വളരെ റീസെന്റ് ആയിട്ടുള്ള വിധികളിൽ ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നുകൂടിയാണിത്. സോ ഇതിന്റെ ഭാഗമായിട്ട് കോടതി പറഞ്ഞു വെച്ചത് ഇത്തരത്തിൽ ഇന്റർനെറ്റ് ഉപയോഗം അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻഫർമേഷന്റെ ആക്സസ് എന്ന് പറയുന്നത് വ്യക്തികളുടെ മൗലികാവകാശത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. സോ വളരെ വ്യക്തമായി തന്നെ ഓർത്തു വെക്കുക. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ഫഹിമ ഷെറിൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം, മുത്തലാഖ് നിയമം മുൻകാല പ്രാബല്യത്തോടെ നിലവിൽ വന്നത് എപ്പോൾ മുതലാണ് എന്നുള്ളതാണ്. വളരെ വ്യക്തമായി തന്നെ ഓർത്തു വെക്കുക. ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി 2018 സെപ്റ്റംബർ 19 എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാം മുത്തലാഖ് നിയമം എന്നുള്ളത് ദ മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജ് എന്നുള്ള ഒരു നിയമമാണ്. ഇതിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നത് 2019 ജൂലൈ 31 എന്നാൽ മുൻകാല പ്രാബല്യത്തോടുകൂടി 2018 സെപ്റ്റംബർ 19 മുതലാണ് ഈ ഒരു നിയമം നിലവിൽ വരുന്നത്. യെസ്, സോ ഇത്രയും ക്വസ്റ്റ്യൻസും പോയിന്റ്സുമാണ് നമ്മൾ ഈ ഒരു ലെക്ചറിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മുടെ ക്ലാസ്സുകളുടെ അപ്ഡേറ്റ്സ്, മറ്റ് PDFs ഇതെല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനലിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യുക. സോ നിങ്ങൾ PSC പാഠശാല ടെലിഗ്രാം ചാനൽ ഇതുവരെയായിട്ടും ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ടെലിഗ്രാം ആപ്ലിക്കേഷനിൽ PSC പാഠശാല എന്ന് സെർച്ച് ചെയ്താൽ ഈ ഒരു പബ്ലിക് ചാനൽ നിങ്ങൾക്ക് ലഭ്യമാവും. അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ലിങ്ക് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ ഇതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ജോയിൻ ചെയ്യാൻ പറ്റിയ മാർഗ്ഗം. സോ ലെക്ചറിനെ കുറിച്ചുള്ള അഭിപ്രായം, അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സ് ഇതെല്ലാം തന്നെ കമന്റ് സെക്ഷനിലൂടെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ ഒരു ലെക്ചർ യൂസ്ഫുൾ ആണ് എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യൂ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് as well. So thank you so much friends for watching this video and I hope to see you in the next one.